ഹലോ, നമസ്കാരം. ഗീതം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്നൊരു മഴയുള്ള ദിവസമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നനഞ്ഞ് തണുത്തിരിക്കുകയാണ്. നിങ്ങളും അതെ, ഭൂമിയും തണുത്ത് വരുന്നതേ ഉള്ളൂ. വരും. ഇന്നൊരു ചെറിയൊരു വീഡിയോ, ഒരു ചെറിയൊരു ചെടിയെക്കുറിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ചെടികൾ തന്നെയാണ്. ഇതെല്ലാം മഴയത്ത് എല്ലാവരും നല്ല ഉണർന്ന് നല്ല സന്തോഷവതികളായി അങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തർക്കും നല്ല സന്തോഷമുണ്ട്. നിറയെ മഴയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ മഴയുടെ പ്രശ്നവും വെള്ളത്തിൻ്റെ പ്രശ്നവും അത് മാറിക്കിട്ടി. ഇപ്പോൾ വേനൽ കഴിഞ്ഞു, മഴ വന്നു. നമുക്ക് ഇന്ന് ഞാനൊരു ചെറിയൊരു ചെടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ മടി പിടിച്ചിരിക്കാതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഹാങ് ചെയ്തിരിക്കുന്ന മണി പ്ലാന്റുകളാണ്. കാണാമല്ലോ അല്ലേ? ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ചെടികൾക്കെല്ലാം നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. ഒന്നായി നമുക്ക് കാണാം. ഇന്ന് പക്ഷേ എനിക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നിയത് ഈ ആനച്ചെവിയെന്ന് എല്ലാവരും പറയുന്നത് മലയാളികൾക്ക് നമ്മുടെ വാക്കുകളാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. ആനച്ചെവിയൻ, ഇത് നല്ല ഇലകളുടെ ഒരു സൗന്ദര്യം കണ്ടോ? സോ ഇതിൻ്റെ ശരിക്കും പേര് അലോക്കേഷ്യ ആമസോണിക്ക എന്നാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ചെടി കിട്ടിയതാണ് കേട്ടോ. വളരെ ചെറിയൊരു ചെടി കിട്ടിയതാണ്. പക്ഷെ അത് കുറേ സമയം വേണ്ടി വന്നു ഇതിനെ ഇത്രയും വളർത്തി വലുതാക്കിയെടുക്കാൻ. അത് മാത്രമല്ല, വലുതാക്കിയെടുത്തപ്പോൾ അവരെന്താ ചെയ്തത്, പിന്നെ കുട്ടികളുണ്ടായില്ല, ചെടികൾക്ക് കുട്ടികളുണ്ടായില്ല. ഈ വേനൽ കഴിഞ്ഞ് വന്നപ്പോൾ ഇവള് ഒരു 2-3 കുട്ടികളെ എനിക്ക് തന്നു. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ചെടിയിൽ നിന്നും കിട്ടിയ, നേരത്തെ കാണിച്ച അമ്മ ചെടിയിൽ നിന്നും കിട്ടിയ കുട്ടികളാണ്. 1, 2, 3, ഒരു ചെറിയ കുഞ്ഞ്, 4, ഇനി ഇവളുടെ ചോട്ടിലേക്ക് പോകാം, 5, 6. കണ്ട? അപ്പോൾ ഇത് ഒരുപാട് പരിചരണങ്ങളൊന്നും വേണ്ട. പക്ഷെ അധികം വെയിലില്ല എങ്കിൽ പോലും ഞാനിത് വളർത്തിയ സ്ഥലത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു. കണ്ട ഇതിൻ്റെ ആ സൗന്ദര്യം കണ്ട ഇലയുടേത്. ആ സൗന്ദര്യത്തിനനുസരിച്ച് നമ്മുടെ വീടുകളിലെല്ലാം നല്ല അലങ്കാര ചെടിയായിട്ട് മുമ്പിൽ വെച്ചാൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ചെടിയാണ്. നമ്മുടെ സാധാരണ ഈ ചേമ്പിൻ്റെ വർഗ്ഗത്തിൽ പെടുന്നതാണ്. പേര് വന്നപ്പോൾ അത്രയും അങ്ങ് മാറി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ നശിച്ചു പോയെന്ന് ഞാൻ വിചാരിച്ചതാണ്. വേനൽ ഏകദേശം കഴിഞ്ഞ് വന്നപ്പോഴാണ് ശരിക്കും ഇവള് കുട്ടികളെ തന്നത്. എനിക്കൊരു 5-6 എണ്ണം തന്നു. അതിൽ 4 എണ്ണം ഞാൻ മാറ്റി നട്ടു. ഓക്കെ, ഇത് വലിയ ചെടി അമ്മ എന്ന് പറയാം. അപ്പോൾ അതിൽ ഞാൻ ബാക്കി 4 എണ്ണത്തിന് മാറ്റി നട്ടു. അവയെല്ലാം വളർന്നു വരും. ഇതൊരു വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ ഞാൻ ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, നേരത്തെയുള്ള കുറച്ച് കരിയില ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കരിയില, പിന്നെ കുറച്ച് മണ്ണ്, മണൽ, ചാണകപ്പൊടി ഉണക്കിയത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടി, പിന്നെ കരിയില ഒരു പ്രധാന ഘടകമായിട്ടിരിക്കുന്നത് വെയിറ്റ് കുറവാണ്. മണ്ണിന് വെയിറ്റ് കുറവാണ്. ഇതിനധികം പരിചരണങ്ങളൊന്നും വേണ്ട. പക്ഷേ ലേശം വെയിൽ വേണമെന്നാണ് എനിക്കിതുവരെ ബോധ്യപ്പെട്ടത്. ഓക്കെ, ഞാൻ ബാക്കി 4 കുട്ടികളെയും മാറ്റി നട്ട് വെച്ചു. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ മാറ്റി നട്ടതാണ്. അപ്പോൾ അതിൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി 2 എണ്ണം ഞാൻ ബാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ അമ്മ ചെടിയിൽ നിന്നും എനിക്ക് ആദ്യത്തെ ഒരു കുട്ടിയെ ഞാൻ മാറ്റുന്നു. അപ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കുക. അപ്പോൾ ഇതിനെ ഞാൻ ഇളക്കി വെച്ചിരുന്നതാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ വേര് പൊട്ടിപ്പോയി. പക്ഷെ വേരുണ്ടെങ്കിൽ നന്നായിരിക്കും. വേര് പൊട്ടിപ്പോയി, പക്ഷേ ഇതിൽ ഇല വന്നു. അതിലൊരു കിഴങ്ങുണ്ട്. അതിനെ
നമ്മൾ കളയാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരെണ്ണത്തിന് ഇളക്കിയെടുത്തു. രണ്ടാമത് ഇതാ ഒരു ചെറുതും കൂടി നിൽപ്പുണ്ട്. അതിനെ വളരെ സൂക്ഷിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതാ കണ്ടോ, ഇതിനെയും കൂടെ ഇളക്കിയെടുത്തു. ഓക്കെ, അപ്പോൾ അതിൽ ചെറിയ വേരുകളൊക്കെ ഉണ്ട്. ഈ വേരിനെ കളയണ്ട, ചെറിയ വേരുകളുണ്ട്. ഇതിന് നമുക്ക് ഇതാ കണ്ടോ, വളരെ ചെറിയ കുഞ്ഞു കുട്ടികളെന്ന് പറയാമല്ലേ, വളരെ ചെറിയ കുഞ്ഞു കുട്ടികൾ. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിയെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ്ചറിലേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. പക്ഷേ വലിയ ചട്ടികളിൽ നടുക കേട്ടോ, കാരണം ഇത് വളർന്ന് പന്തലിച്ച് വലുതാവും. അപ്പോൾ ഇതിൽ ഈ പോട്ടിംഗ് മിക്സ്ചറിലേക്ക് ഞാൻ ഈ കുഞ്ഞു കുട്ടിയെ ഇറക്കി വയ്ക്കുന്നു. അപ്പോൾ അവളെ നാളെ വളർന്ന് വലുതായി വരുമ്പോൾ ഈ ചട്ടി തികയാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി വലിയ ചട്ടികളിൽ നടുക. ഇതാ ഒരെണ്ണം കൂടെ നട്ടു. ഇതൊക്കെ നേരത്തെ നട്ടത്, ഇപ്പോൾ ഏകദേശം ഒരു 4 ദിവസമായി. ഇനി കണ്ട കുറച്ചുകൂടെ വലിയ ഇലയുള്ളത്, അവളെയും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ നിറച്ച ചട്ടിയിലേക്ക്, ഇത് തീരെ ചെറിയ ചട്ടിയാണ്. ഓക്കെ, ഇതിലേക്ക് നട്ട് വയ്ക്കുക. പിന്നെ ഈർപ്പം ഉണ്ടെങ്കിൽ അധികം വെള്ളം വേണ്ട. വളം ഞാൻ പിന്നെ മുട്ടത്തോട് ഇതിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, മുട്ടത്തോട് പൊടിച്ചിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചാണകപ്പൊടി ഇട്ടിരുന്നല്ലോ ഇതിൻ്റെ പേര്. ഇനി അമ്മ വീണ്ടും പ്രസവിച്ച് കുട്ടികളെ തരുമെന്നാണ് പ്രതീക്ഷ. പാവം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുണ്ട് എങ്കിൽ, ഇതിന് പുറത്ത് നല്ല വിലയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല വിലയാണിതിന്. ഇതൊരു കലേഡിയം ഗ്രൂപ്പിൽപ്പെട്ടതാണ് എങ്കിൽ പോലും നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ വലിയ വിലയാണ് ഇതിന് വേണ്ടി വന്നത്. കണ്ടോ, ഇതിൻ്റെ വെയിൻസ് കണ്ടോ, നല്ല ഗ്രീൻ കളറ്, നല്ല തിക്നെസ് ഉള്ള ലീഫാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറാണ്. അപ്പോൾ വളം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഓവർ വാട്ടറിങ്ങും വേണ്ട, അധികം വളവും വേണ്ട. പക്ഷേ മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാകുക. നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടംപോലെ ഈ ചെടിയെ ഉണ്ടാക്കിയെടുക്കാം, ഈ അമ്മ ചെടിയെ നശിപ്പിക്കാതിരുന്നാൽ മാത്രം. ഓക്കെ, ശ്രദ്ധിക്കുക. അധികം വളമില്ലാതെ ഒരല്പം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. സോ ഐ ആം സൈനിങ് ഔട്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.